ഈ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്ന് ബിഗ് ബോസിൽ അന്വർത്ഥമാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഡെഡ് സോണിലേക്ക് പോകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഏകദേശം ഉറപ്പിക്കപ്പെട്ടു. അനീഷും ശാരികയും പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അനീഷിനെ എങ്ങനെയും അവിടുന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പദ്ധതി. അതിൻ പ്രകാരം കാര്യങ്ങളെല്ലാം എത്തിച്ചേർന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ അനീഷിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ബിഗ് ബോസ് ഒരു മാരക പെർഫോമൻസുമായി വന്നു. ഇത്രയും സമയം നിങ്ങളെ മറ്റുള്ള സഹായികൾ സഹായിച്ച് അങ്ങനെയാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി ഇപ്പോൾ അങ്ങനെയല്ല. അവസാന റൗണ്ട് മത്സരമാണ് നടക്കുന്നത്. നിങ്ങൾ നേരിട്ട് മത്സരിക്കണം. ഗാർഡൻ ഏരിയയിൽ 6 പെഡസ്റ്റിയലുകൾ വെച്ചിട്ടുണ്ട്. ഈ 6 പെഡസ്റ്റിയലുകളുടെയും മുകളിൽ ഓരോ ബൗളുകൾ. ആ ബൗളുകൾക്കകത്ത് ഓരോ വ്യക്തികളും എത്ര വീതം പോയിന്റുകൾ നേടിയിട്ടുണ്ടോ ആ പോയിന്റുകൾക്കനുസരിച്ച് പച്ച കളർ അടിച്ച കുറച്ച് കല്ലുകൾ വെച്ചിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായി കുറെ ദൂരെ മാറി ഒരു ബസർ, അതും പച്ച കളറിലുള്ളതാണ്. ആ ബസറിന്റെ അടുത്തുള്ള പെഡസ്റ്റിയൽ, ആ പെഡസ്റ്റിയലിന്റെ മുകളിൽ ഒരു ബൗളും വെച്ചിട്ടുണ്ട്. ഈ ടാസ്കിന്റെ നിയമപ്രകാരം ഒരു സൈറൻ മുഴങ്ങും. സൈറൻ മുഴങ്ങുന്ന സമയത്ത് 6 പേരും കൂടി ഒരുമിച്ച് ഈ ബസറിനെ ലക്ഷ്യമാക്കി ഓടണം. ആദ്യമായിട്ട് പച്ച കളറിലുള്ള ബസർ ആരാണോ അമർത്തുന്നത് അവരുടെ മുൻപിൽ ഒരു മാരകമായ വഴി തുറക്കുകയാണ്. അവർക്ക് ഈ ഡെഡ് സോണിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള സെക്കൻഡ് സ്റ്റെപ്പ് ആരംഭിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ബസറിന്റെ അരികിൽ തന്നെ നിൽക്കുക. അടുത്ത അലാം മുഴങ്ങും. ആ സമയത്ത് അവർ തിരികെ ഓടിപ്പോയിട്ട് ഓരോരുത്തരുടെയും പോയിന്റുകൾ വെച്ചിരിക്കുന്ന ആ ബൗളുണ്ടല്ലോ, അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ബൗളിലിരിക്കുന്ന കല്ലുകൾ മുഴുവനും കൂടി പെറുക്കിയെടുത്ത് താൻ നിൽക്കുന്ന സ്ഥലത്തുള്ള ബൗളിൽ കൊണ്ടുവന്ന് വെക്കുക. ആരുടെ കല്ലാണോ പെറുക്കിയെടുക്കുവാൻ താൻ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ബിഗ് ബോസിനോട് നേരത്തെ തന്നെ പറയുകയും വേണം. ഓരോരുത്തരുടെയും പെഡസ്റ്റിയലിൽ വെച്ചിരിക്കുന്ന ബൗളിൽ കൂട്ടിവെച്ചിരിക്കുന്ന കല്ലുകൾ അവർക്ക് മുൻപുള്ള ടാസ്കുകളിൽ എത്ര പോയിന്റ് ആണോ ലഭിച്ചത് ആ പോയിന്റിനനുസരിച്ചുള്ള കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. ബസർ ശബ്ദം കേട്ടയാൾ 2ാം റൗണ്ടിൽ വന്നിട്ട് ആ ബൗളിനകത്തുനിന്ന് കല്ലുകൾ എടുത്ത് താൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവെക്കുമ്പോൾ എത്ര കല്ലുകളാണോ താൻ എടുത്തിട്ടുള്ളത് ആ കല്ലുകൾക്കനുസരിച്ച് അയാളുടെ പോയിന്റ് കൂടുകയും ഏത് ബൗളിൽ ആരുടെ ബൗളിൽ നിന്നാണോ ഈ കല്ലുകൾ പെറുക്കപ്പെട്ടത് അവരുടെ പോയിന്റുകൾ കുറയുകയും ചെയ്യും. അങ്ങനെ 2 റൗണ്ട് മത്സരമുണ്ട്. ഒടുവിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആരുടെ പാത്രത്തിലാണോ ഏറ്റവും കുറവ് കല്ലുകൾ ഉള്ളത്, ആർക്കാണോ ഏറ്റവും കുറവ് പോയിന്റ് ഉള്ളത് അവരായിരിക്കും ഡെഡ് സോണിലേക്ക് പ്രവേശിക്കുവാൻ പോവുക. ബസർ ശബ്ദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾ, നെഞ്ചിടിക്കുകയാണ്. അനീഷ് നിർണായകമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അനീഷിനോട് ബിഗ് ബോസ് പലയാവർത്തി ചോദിക്കുന്നുണ്ട്, അനീഷിന് ടെൻഷൻ ഉണ്ടോ? ഇത് നിങ്ങൾ ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്ന ഈ കളി നിങ്ങളുടെ ഭാവിയെ ചിലപ്പോൾ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റെഡിയായി നിൽക്കുക. ശാരികയോടും ഇതുപോലെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും റെഡിയായി നിൽക്കുന്നു. അലാം മുഴങ്ങുന്നു. പിന്നെ കണ്ടത് ഈ ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയുന്ന പോലൊരു പരിപാടിയായിരുന്നു. പാഞ്ഞെത്തിയത് അനീഷാണ്. അനീഷിനായിരുന്നു ആ കല്ല് പെറുക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് സകലരും അമ്പരന്ന് നിൽക്കുകയാണ്. അനീഷിനെ പുറത്താക്കുവാനും അനീഷ് പെട്ടിപ്പായ്ക്കുകയും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അനീഷിന്റെ പോക്ക് കാണുവാനും കാത്തു നിൽക്കുന്ന അപ്പാനിയും ടീമും എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. അനീഷിന് കല്ലുകൾ പെറുക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. അടുത്ത 7 സെക്കൻഡിലേക്കുള്ള ഒരു ബസർ കേൾക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഓടുന്നത് ഒനിലിന്റെ ബൗളിനകത്തെ കല്ല് പെറുക്കുവാൻ വേണ്ടിയായിരുന്നു. 7 സെക്കൻഡിനുള്ളിൽ അനീഷ് ഒനിലിന്റെ ബൗളിൽ നിന്നും 9 കല്ലുകൾ പെറുക്കി തന്റെ ബൗളിനകത്ത് കൊണ്ടും നിക്ഷേപിച്ചു. 1ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ മുൻപ് തനിക്ക് 6 പോയിന്റ് ഉണ്ടായിരുന്നു. ഇതും കൂടെ കൂട്ടി 15 പോയിന്റുകളായി. ഇപ്പോൾ പോയിന്റ് നിലയിൽ ഏറ്റവും മുകളിലെത്തിയിരിക്കുന്നത് അനീഷാണ്. പക്ഷേ രണ്ടാമത് വീണ്ടും ഒരു ചാൻസ് കൂടിയുണ്ട്. 1 റൗണ്ട് കളി കൂടി അവശേഷിക്കുകയാണ്. അതിനുവേണ്ടി ചെറിയൊരു ഗ്യാപ്പ് എടുത്തു. പിന്നെയും റെഡിയായി നിൽക്കുകയാണ്. വീണ്ടും അലാം മുഴങ്ങുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. അനീഷ് വെടിച്ചില്ല് പോലെ പാഞ്ഞെത്തി ആ ബസറിൽ വീണ്ടും ആദ്യം തന്നെ കൈയമർത്തി. അപ്പാനിയുടെയും അക്ബറിന്റെയും ഷാനവാസിന്റെയും ഒക്കെ നെഞ്ചിനകത്ത് ഒരു വെള്ളടി വെട്ടുന്ന സാഹചര്യമായിരുന്നു. ഒരാൾക്ക് പോലും അയാളുടെ അരികിലേക്ക് വന്ന് ഒന്ന് അഭിനന്ദിക്കുവാൻ കഴിയുന്നില്ല. ആകെ കൂടി അനീഷിന്റെ അരികിലേക്ക് എത്തുന്നത് ആദിലയും നൂറയും ഷൈത്തയും മാത്രമാണ്. കാരണം അനീഷിന്റെ ടീം മെമ്പേഴ്സാണ്. അനീഷിനെ സഹായിക്കുവാൻ വേണ്ടി അനീഷ് തെരഞ്ഞെടുത്തവരാണ്. അവർ മൂവരും സന്തോഷത്തോടെ ഓടി വന്ന് അനീഷിനെ കെട്ടിപ്പിടിക്കുകയും വലിയ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് വീണ്ടും അനീഷിന് 2ാം റൗണ്ടിൽ തന്റെ പോയിന്റ് വർദ്ധിപ്പിക്കുവാനുള്ള അവസരം ലഭിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ബസർ ശബ്ദത്തിനായി കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് ബിഗ് ബോസിന്റെ ചോദ്യത്തിന് മറുപടിയായി അനീഷ് പറയുന്നുണ്ട്, ഒനിലിന്റെ പാത്രത്തിൽ അവശേഷിക്കുന്ന കല്ലുകളും കൂടി പെറുക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം. എന്തുകൊണ്ടായിരിക്കും അനീഷ് അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞൊരു കളിയിൽ ഏറ്റവും മോശമായ പെർഫോമൻസ് കാഴ്ചവെച്ചത് ഒനിലിന്റെ ടീമായിരുന്നു. പക്ഷേ ഒനിലാണ് ഏറ്റവും അധികം ശബ്ദമുയർത്തി അനീഷിനെ 5ാം സ്ഥാനത്തേക്ക് വിട്ടിട്ട് 3ാം സ്ഥാനം തട്ടിയെടുത്ത വ്യക്തി. അതുകൊണ്ട് തന്നെയായിരിക്കാം അനീഷ് ആ തീരുമാനം പ്രഖ്യാപിച്ചത്. വീണ്ടും ബസർ ശബ്ദം കേൾക്കുന്നു. 7 സെക്കൻഡിനുള്ളിൽ അവശേഷിക്കുന്ന കോയിനും കൂടി അവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നു. അതോടുകൂടി ഒനിലിന്റെ അടപ്പ് തുറച്ചു. ഒനിൽ ഇപ്പോൾ ഡെഡ് സോണിലേക്ക് എത്തിയിരിക്കുന്നു. പുറത്തു പോകുവാൻ റെഡിയായി നിൽക്കുന്നു.
പോയിന്റ് പട്ടികയിൽ ഏകദേശം മുകളിലായിരുന്നു ഒനിൽ നിന്നത്. എന്നാൽ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പാടി പഠിച്ചതുപോലെ ഒനിൽ ഇപ്പോൾ ശൂന്യനായി നിൽക്കുകയാണ്. അനീഷ് എല്ലാവർക്കും മുകളിലെത്തിയിരിക്കുന്നു. ഇവിടെ ചിലരൊക്കെ സംസാരിക്കുന്നുണ്ട്, അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ബിഗ് ബോസ് കൊണ്ടുവന്ന കളിയാണിത്, ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്നൊക്കെ. ഉറപ്പാണ്, നിങ്ങളുടെയൊക്കെ നെറികെട്ട കളികൾ കണ്ടു മടുത്തിട്ട് അനീഷിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി തന്നെ ബിഗ് ബോസ് കൊണ്ടുവന്നതാണിത്. ബിഗ് ബോസ് അങ്ങനെ അനീഷിനെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ പല അർത്ഥങ്ങളുമുണ്ട്. നിങ്ങളൊക്കെ വെറുതെ വായ്ത്താളം അടിച്ച് അവിടെ നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കഴിഞ്ഞ 10ഓളം ദിവസമായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിന് ബേസ്മെന്റ് ഉണ്ടാക്കുന്നത് മുഴുവനും അനീഷ് മാത്രമാണ്. അനീഷിനെ വെച്ചിട്ടാണ് അവിടെ എല്ലാവരും കോണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും പുറം ലോകത്ത് ചർച്ചയായിട്ടുണ്ടെങ്കിൽ അത് അനീഷുമായിട്ട് ഉടക്കി എന്നുള്ള കെയർ ഓഫിൽ മാത്രമാണ് ചർച്ചയാകുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? അനീഷിനെ പുറത്താക്കുന്നത് കാണുവാൻ ആഗ്രഹിച്ചവർ, അനീഷ് കെട്ടും കെട്ടി ഇറങ്ങിപ്പോകുന്നത് കണ്ട് അവിടെ ഇരുന്ന് കൈയടിച്ച് ചിരിക്കുവാൻ ആഗ്രഹിച്ചവർ എല്ലാവരെയും അമ്പരപ്പിച്ചു, എല്ലാവരെയും ലജ്ജിപ്പിച്ചുകൊണ്ട് അനീഷിനെ ബിഗ് ബോസ് തന്നെ കളത്തിലിറങ്ങി കളിച്ച് രക്ഷിച്ചിരിക്കുകയാണ്. ആദ്യ തവണ തന്നെ അനീഷ് വിന്നറായി മാറുമ്പോൾ അപ്പാനി ശരത്തിന്റെയൊക്കെ ആ മുഖം കാണണമായിരുന്നു. ഒരുമാതിരി കാറ്റുപോയ ബലൂണ് പോലെ, നനഞ്ഞ പടക്കം പോലെ നിൽക്കുകയാണ് ഷാനവാസ് എന്ന ക്യാപ്റ്റൻ. ആർക്കും അനീഷിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും പറ്റുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ഗെയിമർ ആയിരുന്നുവെങ്കിൽ, വേറെ ആരെങ്കിലും ആയിരുന്നു അവിടെ നേട്ടം കൊയ്തതെങ്കിൽ എല്ലാവരും കൈയടിക്കുമായിരുന്നു, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പക്ഷേ അനീഷിന് വേണ്ടി കൈയടിക്കുവാൻ ആദിലയും നൂറയും ശൈത്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏഴിന്റെ പണി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയും വലിയ പണിയായിരിക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇക്കുറി ബിഗ് ബോസ് ഇറങ്ങിക്കളിക്കുകയാണ്. അതെ, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഈ പ്രാവശ്യം ഏറ്റവും അധികം കളിക്കേണ്ടി വരിക ബിഗ് ബോസുമായിട്ടായിരിക്കും എന്ന്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയേട്ടനാകാൻ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും പുറകിന് നടന്ന് ബിഗ് ബോസ് പണി കൊടുക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും സങ്കടപ്പെട്ട് നടക്കുകയാണ് ഒനിലും ശാരികയും. ശാരിക അവിടെ പൊട്ടിക്കരയുന്നുണ്ട്. താൻ ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നു എന്നുള്ള ചിന്തയിലാണ് ശാരിക പ്രയാസപ്പെട്ടിരിക്കുന്നത്. എവിടേക്കാണ് പോകുന്നത്? എത്ര ദിവസമാണ് പോകുന്നത്? ഇത് ബിഗ് ബോസ് പോലും വ്യക്തമായി പറയുന്നില്ല. ഒരു ഇരുണ്ട അന്തരീക്ഷത്തിലേക്ക്, വേദനപ്പെടുന്ന, ചുറ്റുപാടുകളുമായി ബന്ധമില്ലാത്ത, തികച്ചും ഒറ്റപ്പെട്ടൊരു സാഹചര്യത്തിലേക്ക്. രണ്ടാൾക്കാരും ഒരുമിച്ചായിരിക്കുമോ പാർക്കുക, അതോ രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കുമോ? ഒന്നിനെക്കുറിച്ചും ഒരു വ്യക്തതയില്ല. മുൻപിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വല്ലാത്ത ആദിയും ആശങ്കയും. പോയിന്റ് പട്ടികയിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒനിൽ പോലും സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു തിരിച്ചടി തന്നെ കാത്തിരിപ്പുണ്ടെന്ന്. പക്ഷേ തകർന്നുപോയി, തകർത്ത് കളഞ്ഞു. ഇത് അനീഷിന്റെ വിജയമാണ്. തിന്മയുടെ ശക്തികളും നന്മയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നന്മയ്ക്കുണ്ടായ ആത്യന്തികമായ വിജയം. ഇതൊരു പാഠമാണ്. ഇതിനകത്തൂടെയും പാഠം പഠിക്കുമോ എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് കൃത്യമായിട്ടുള്ള പാഠങ്ങൾ പലതും ചൊല്ലിക്കൊടുത്തു. എന്നിട്ടും മന്ദബുദ്ധികൾ അത് മനസ്സിലാക്കിയില്ല. ഇപ്പോഴിതാ ബിഗ് ബോസ് വളരെ കൃത്യമായി ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നീയൊക്കെ വഴിവിട്ട കളികളുമായിട്ട് ഇറങ്ങിയാൽ തിരിച്ചു കളിക്കാൻ ഞാനിവിടെ ഉണ്ടാകും എന്ന്. എന്തായാലും അനീഷിന് ഇന്ന് സമാധാനത്തോടെ ഇറങ്ങാം. എല്ലാവരുടെയും മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് അനീഷ് നടക്കുകയാണ്. ആരും കൈ കൊടുക്കുന്നില്ല, ആരും പുകഴ്ത്തി പറയാൻ വരുന്നില്ല, ഒരു കയ്യടി ശബ്ദവും കേൾക്കുന്നില്ല. പക്ഷെ എല്ലാവരുടെയും തല കുനിഞ്ഞിരിക്കുകയാണ്. അതിന്റെ നടുവിൽ കൂടി തല ഉയർത്തി നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അനീഷ് മാത്രമാണ്. അതെ, നന്മയുടെ വിജയം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അനീഷിന്റെ ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അനീഷിന്റെ ഭാഗവുമല്ല, അവിടെ നിൽക്കുന്ന ആരുടെ ഭാഗവുമല്ല. പക്ഷേ തിന്മ കണ്ടാൽ നമ്മൾ പറഞ്ഞിരിക്കും, നന്മ കണ്ടാൽ അത് നന്മയാണെന്ന് പറഞ്ഞിരിക്കും. അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.